വനിതാ സംവരണ ഭേദഗതിയിൽ കോൺഗ്രസിനെയും DMKയും കടന്നാക്രമിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധാരണ വനിതകൾ വന്നാൽ കുടുംബാധിപത്യം നടക്കില്ലെന്ന ഭയമാണ് DMKയ്ക്കും കോൺഗ്രസിനും. സ്ത്രീ വിരുദ്ധ നയം പിന്തുടരുന്ന DMK പാർലമെന്റിലും സ്ത്രീ വിരുദ്ധ നയം സ്വീകരിച്ചുവെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. കോയമ്പത്തൂരിൽ നടന്ന NDA തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് മോദിയുടെ രൂക്ഷ വിമർശനം. മനീഷ് മൂർത്തിയുണ്ട് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി. അതിനു മുമ്പായി മോദിയുടെ ആ വാക്കുകളിലേക്ക്. Why does it trouble DMK and Congress to see ordinary women rights? This one family party want power to remain confined within their own family. आज तमिलनाडु में महिलाएं और यहां तक कि छोटी बच्चियां भी क्रिमिनल से सुरक्षित नहीं है. DMK harms women in Tamil Nadu by enabling violence and crime. They do not stand with women in parliament either. लेकिन अब DMK की इस नारी विरोधी सोच को जवाब जरूर मिलेगा. മനീഷ് മൂർത്തിയുണ്ട് ചെന്നൈയിൽ നിന്നും വിവരങ്ങളുമായി. മനീഷ്, തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇപ്പോൾ കുറച്ചു മുമ്പ് രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോഴും വനിതാ സംവരണ ബില്ലിൽ DMKയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. അതിനു മുമ്പായി ഇപ്പോൾ കോയമ്പത്തൂരിലും നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പ്രധാനമന്ത്രി ഉയർത്തുകയാണല്ലോ. അനൂപ്, ഒരേ വിഷയം, അതായത് വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട ഒരേ വിഷയം തന്നെ രണ്ട് രീതിയിലാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആയുധമാകുന്നത്. അത് DMK ആണെങ്കിൽ അതിൽ ലഭിച്ചൊരു വിജയം, അതായത് വനിതാ സംവരണ ബില്ലിന്റെ മറവിൽ മണ്ഡല പുനർനിർണയം നടത്തുന്നു, കൂടുതൽ സീറ്റുകൾ, അതായത് ദക്ഷിണേന്ത്യയെ ഒറ്റപ്പെടുത്താനുള്ള ഒരു ശ്രമം അതുണ്ടാകുന്നു, അതിനെ തകർത്തു എന്നുള്ളതാണ് കോൺഗ്രസും DMKയും ഒരുപോലെ അതിന്റെ വിജയമായി പറയുന്നത്. പക്ഷേ അതിന് നേരെ തിരിച്ചാണ് ഇപ്പോൾ NDA ഇത് പ്രചാരണായുധമാക്കുന്നത്. സ്ത്രീകൾക്കെതിരായി വലിയ തോതിലുള്ള ഒരു സ്റ്റാൻഡാണ് ഇപ്പോൾ DMKയും കോൺഗ്രസും എടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നേരത്തെ മുതൽ തന്നെ കുഞ്ഞു കുട്ടികൾക്ക് പോലും, ചെറിയ പെൺകുട്ടികൾക്ക് പോലും സുരക്ഷിതത്വമില്ല. അതേ നിലപാട് തന്നെ, ആ സ്ത്രീ വിരുദ്ധ നിലപാട് തന്നെ പാർലമെന്റിലും സ്വീകരിച്ചു. വലിയ വിഷമത്തോടു കൂടിയാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പാർലമെന്റിലേക്കും അതുപോലെ തന്നെ നിയമസഭകളിലേക്കും ഒക്കെ എത്താനുള്ള ഒരു ശ്രമമായിരുന്നു ഈ വനിതാ സംവരണ ബില്ലെന്ന് പറയുന്നത്. പക്ഷേ അതിനെ ആ ഒരു രീതിയിൽ കാണാതെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് എല്ലാവരോടും, അതായത് എല്ലാ പാർട്ടികളോടും വ്യക്തിപരമായി സംസാരിച്ചതാണ് ഈ ബില്ലിനെ സംബന്ധിച്ച്. വ്യക്തിപരമായി സംസാരിച്ച് അവരോട് ഇതിനെ സപ്പോർട്ട് ചെയ്യണം, അതിന്റെ ഗുണഫലങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ DMKയും കോൺഗ്രസും എന്തായാലും ആ രീതിയിലല്ല ഒരു സഹകരിച്ചത്. മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ അതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ബില്ല് പാർലമെന്റിൽ പരാജയപ്പെട്ടത് എന്നാണ് മോദി പറയുന്നത്. എന്തായാലും ഈ വരുന്ന ദിവസങ്ങളിൽ 2-3 ദിവസങ്ങൾ കൂടിയാണ് ഇനിയിപ്പോൾ പ്രചാരണത്തിലുള്ളത്. ഈ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ വികസന പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല തമിഴ്നാട്ടിൽ വലിയ ചർച്ചാ വിഷയമാകാൻ പോകുന്നത്. തന്നെയാണ് മനീഷ് മൂർത്തി. ഇനി 2-3 ദിവസം മാത്രം പ്രചാരണത്തിന്. ആ ദിവസങ്ങളിലെല്ലാം എന്തായാലും ഈ വനിതാ സംവരണ ബിൽ അവിടെ ചർച്ചയാകും. അതിനുള്ള തിരി കൃത്യമായി NDA കൊളുത്തി വെച്ചിട്ടുണ്ട്, നരേന്ദ്രമോദി കൊളുത്തി വെച്ചിട്ടുണ്ട്. അതിന് ഏത് രീതിയിൽ ചർച്ചയായി വഴിമാറുമോ, അതോ അത് പോസിറ്റീവായി വരുമോ നെഗറ്റീവായി വരുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.